കളമശ്ശേരി HMTക്ക് സമീപം കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേതെന്ന് സ്ഥിരീകരിച്ചു. ഹൈദരാബാദ് FSLൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. നവംബർ 30-നാണ് മൃതദേഹം കണ്ടെത്തിയത്. വിശദാംശങ്ങളും ഗോപിക തന്നെയാണ് നൽകുന്നത്. ഗോപിക, ഇത് സൂരജ് ലാമയുടേതാണോ എന്നുള്ള കാര്യത്തിൽ നേരത്തെ ചെറിയ സംശയമുണ്ടായിരുന്നു. പക്ഷേ സൂരജ് ലാമയുടെ മകനൊക്കെ ഇവിടെ എത്തി ഇക്കാര്യം ഏകദേശം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിൽ ശാസ്ത്രീയ പരിശോധനയിലുള്ള സ്ഥിരീകരണം വന്നിരിക്കുകയാണല്ലേ? അതെ നൗഫൽ, കഴിഞ്ഞ നവംബർ 30-നാണ് ഇത്തരത്തിൽ കളമശ്ശേരി HMTക്ക് സമീപത്തു നിന്നും ഒരു അജ്ഞാതമായൊരു മൃതദേഹം ലഭിക്കുന്നത്. അതേ സന്ദർഭത്തിൽ തന്നെയാണ് ഈ സൂരജ് ലാമയുടെ മകൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇത്തരത്തിൽ പിതാവിനെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ സംശയാസ്പദമായി കളമശ്ശേരി HMT റോഡിൽ നിന്നും ഇത്തരത്തിൽ മൃതദേഹം ലഭിക്കുന്നത്. ഇതിൽ വിദഗ്ധ പരിശോധനയ്ക്കായി അന്ന് തന്നെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരുന്നു. എന്തായാലും ഈ സൂരജ് ലാമയുടെ മകൻ ഇത്തരത്തിലുള്ള ഒരു കേസുമായി ഹൈക്കോടതിയായിരുന്നു സമീപിച്ചിരുന്നത്. ആ സന്ദർഭത്തിൽ ഇത് തിരുവനന്തപുരം ഫോറൻസിക് ലാബിലോട്ടായിരുന്നു ആദ്യമായി ഈ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിരുന്നത്. എന്നാൽ അത് വൈകിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ആഴ്ച ഈ ടെസ്റ്റിനായി ഹൈദരാബാദിലെ ലാബിലേക്ക് അയച്ചിരുന്നത്. ഇതിൽ നിന്നാണ് ഇപ്പോൾ ഇന്നത്തെ പരിശോധനാ ഫലം വന്ന് പോലീസ് ഹൈക്കോടതിയെ ഇത് സൂരജ് ലാമയുടെ തന്നെയാണ് ഈ മൃതദേഹം എന്നിപ്പോൾ പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. നവംബർ 30-നാണ് ഇത്തരത്തിൽ ഈ HMT പരിസരത്തു നിന്നും ഇയാളുടെ ഈ മൃതദേഹം കണ്ടെത്തുന്നത്. ഇയാളെ കുവൈറ്റിൽ നിന്നും നാടുകടത്തിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്നത്. അത് നവംബർ 4-നായിരുന്നു. ഇതിനെ തുടർന്ന് തൃക്കാക്കര പോലീസ് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഇദ്ദേഹം കാണാതാവുന്നു. ഇതിനെ തുടർന്ന് ഇയാളെ തൃക്കാക്കര പോലീസ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ട് തൃക്കാക്കര പോലീസ് ഇയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തുന്നു. മാനസിക അസ്വാസ്ഥ്യം ഇയാൾ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഹോസ്പിറ്റലിന്റെ കൃത്യമായ വീഴ്ചയിലൂടെയായിരുന്നു ഇയാളെ തുടർന്ന് മിസ്സിംഗ് ആവുന്നത്. തുടർന്ന് ഈ കുവൈറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് ഇയാളുടെ മകൻ, ബംഗളൂരു സ്വദേശിയാണ് ഇവർ, അപ്പൊ ഇയാളുടെ മകൻ കേരളത്തിൽ എത്തുന്നതും ഹൈക്കോടതിയെ സ്വന്തം പിതാവിനെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നതും. അപ്പൊ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് പിന്നീടുള്ള ഇദ്ദേഹത്തിന്റെ ഈ അന്വേഷണം വീണ്ടും ഊർജിതമാകുന്നത്. അതേ ഒരു സമയത്ത് തന്നെയാണ് ഈ HMTക്ക് പരിസരത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു മൃതദേഹം, സമാനമായ പ്രായം തോന്നിക്കുന്ന ഒരു മൃതദേഹം ലഭിക്കുന്നതും. എന്നാൽ ഇപ്പോൾ ഈ മൃതദേഹം സൂരജ് ലാമയുടെ തന്നെയാണ് എന്നുള്ളത് വിദഗ്ധ ഫോറൻസിക് പരിശോധനയിലൂടെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇതിന്റെ കൂടുതൽ നടപടിക്രമങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് നൗഫൽ.